ഹലോ ഗായ്സ്, ഞാനൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ് ഗൈസ്. അപ്പം യെസ് ഗൈസ്, നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങൾ KTS അവിടെ 8 വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അടിപൊളി വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്താ പറയുക, കുറച്ച് ഓഡിയോയുടെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഒന്ന് ക്ഷമിക്കാം ഗൈസ്. കാരണം നേരത്തെ ഇട്ട വീഡിയോ പോലെയൊന്നും അല്ല ഗൈസ്, ഇപ്പോൾ ഓഡിയോ ഇടുന്ന കുറച്ച് പണിയാണ്. അപ്പം മൈൻക്രാഫ്റ്റിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്ക്രീൻ റെക്കോർഡിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ ഓഡിയോ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറേ ആപ്പും കാര്യങ്ങളൊക്കെ കയറ്റിയാണ് ഈ ഓഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പം എന്താ പറയുക, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല. എന്താ പറയുക, കുറച്ചധികം നമ്മൾ മൈൻ ചെയ്ത സ്ഥലവും നമ്മൾ അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് നമുക്ക് നേരെ പോവാം ഗൈസ്, നിങ്ങളെ കാണിക്കാൻ. പിന്നെ മൈൻഡ് ചെയ്യാവുന്നതല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. കുറച്ച് സ്റ്റോണും കാര്യങ്ങളും നമുക്ക് ഏതായാലും എടുക്കണം. നമുക്കിവിടെ മതിലും കാര്യങ്ങളൊക്കെ പണിയാൻ വേണ്ടി ഈ സ്റ്റോണും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും സ്റ്റോൺ എടുക്കാൻ പോകുന്നവർക്ക് നിങ്ങൾ ആ മൈൻഡ് സ്ഥലം കാണിച്ചു തരാം ഗൈസ്. കാണിക്കാൻ മാത്രം ഒന്നുമില്ല ഗൈസ് പ്രത്യേകിച്ച്, പക്ഷേ എന്നാൽ നിങ്ങൾ കാണിച്ചു ഗൈസ്. ഇതാണ് നമ്മുടെ ഇവിടം വരെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവുമായിരിക്കും ഗൈസ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടം വരെയൊക്കെ വന്നിട്ടുള്ളതാണ്. കുറച്ച് പണിയാണ് ഇതിൻ്റെ കൂടെ പോകാൻ. യെസ്, കഴിഞ്ഞ വീഡിയോ ഇതൊക്കെ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ എന്തായിരുന്നു മറന്നുപോയി. ഇവിടെ ഇങ്ങനത്തെ പരിപാടി എന്തായിരുന്നു, ഇവിടെ ഇങ്ങനെ കുഴിച്ചു പോയി നോക്കാം. കാരണം നമുക്കങ്ങനെ അധികം സാധനങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടിയില്ല. കുറച്ച് ഗോൾഡ് കിട്ടിയായിരുന്നു, പക്ഷേ എന്താ പറയുക, അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീർത്തോ. അതൊക്കെ നമുക്ക് അന്നേരം തീർത്തായിരുന്നു, നിങ്ങൾക്കറിയായിരിക്കും. അല്ല, നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ കുറച്ച് ആർമറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ അന്നേരം തീർന്നു പോയി. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ടോർച്ച് എടുത്തായിരുന്നു. ടോർച്ച് ഉണ്ട്, ഇവിടെ ഉണ്ട്. നല്ല കാര്യമാണ്. യെസ്, നമ്മൾ നേരെ ഇങ്ങനെ കുഴിച്ച് അങ്ങ് പോവാം. അടിപൊളി. നമുക്ക് ഏതായാലും കുറച്ച് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് കുഴിച്ചങ്ങ് പോയാൽ മതിയല്ലോ. കാരണം സ്റ്റോണും കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എങ്ങനെയാണെന്ന് വീഡിയോ ഇല്ല. പിക്കാക്സിൻ്റെ ഇത് ചെയ്യാനായി. ഇവിടെ വേറെ പിക്കാക്സ് ഇല്ലല്ലോ. സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ എല്ലാം പൊളി ആയിക്കാനേ. അപ്പം അതും കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഗൈസ് ഇവിടെ മൊത്തം വെള്ളമായി ഗൈസ്. വെള്ളം കാണാൻ പറ്റുന്ന അറിഞ്ഞോളൂ ഗൈസ്. വെള്ളം കാണാൻ പറ്റുന്നില്ല. വേറെ ഒന്നുമില്ല ഗൈസ്, അത് നമ്മുടെ ചെറിയ അബദ്ധമാണ്, വേറെ ഒന്നുമില്ല. വെള്ളം എൻ്റെ മോനെ, അത് അവിടെ എന്തോ സംവിധാനമായിരുന്നു ഗൈസ്. ഞാൻ അങ്ങോട്ട് കുഴിച്ചു പോയി. എന്ത് കഷ്ടമാണെന്ന് പറ. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഗൈസ്. ഇനി അതിനൊന്നും മണ്ടത്തരാണ് ഗൈസ് കാണിച്ചത്. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഒക്കെ സിമ്പിളായി നമുക്ക് അങ്ങ് പറിച്ചെടുക്കുകയാണ്. ഇങ്ങോട്ട് ഇനി ഇല്ലയെന്ന് അറിയിക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങോട്ട് അടച്ച് വെക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ കല്ല് മൊത്തം തീർന്നു. നമ്മുടെ കല്ലില്ലേ, കോബിൾ സ്റ്റോൺ ഉണ്ട്. ഇതും കോബിൾ സ്റ്റോൺ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ വെറുതെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് ടഫ് വെച്ചിട്ട് കോബിൾ സ്റ്റോണിന് അയ്യോ ടോർച്ച് എടുത്തില്ലേ. ഈ മണ്ണ അടിയിരിക്കട്ടെ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ഇങ്ങോട്ടാണ് നമുക്ക് കുഴിച്ചുള്ള സ്ഥലം. ഇനിയിപ്പോൾ നമ്മുടെ പിക്കാക്സ് ഇല്ല. പിക്കാക്സ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പോകാണ്ട് കാര്യമില്ല. എന്താ ചെയ്യുക ലൈസ്, ഒന്നും വേണ്ട കാര്യമില്ല. നമ്മൾ പിക്കാക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ കാണിച്ചതാണ് ഗൈസ്. ഇങ്ങോട്ട് കാണിച്ചത് ഇത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കുറച്ച് ഇങ്ങനെ കുഴിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കുഴിച്ചും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങോട്ട് കുറച്ച് അടിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ച് എന്താ പറയുക മൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനും മരം എടുത്ത് മറ്റേ പിക്കാക്സ് ഉണ്ടാക്കാം. അല്ല, മരം എടുത്ത് പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റോൺ വെച്ച് തന്നെ പിക്കാക്സ് ഉണ്ടാക്കാം. കുറേ പിക്കാക്സ് ഉണ്ടാക്കണം. അപ്പം പറഞ്ഞ പോലെ സ്റ്റോൺ നമ്മുടെ ഇല്ല, കോബിൾ സ്റ്റോൺ നമ്മുടെ ഇല്ലല്ലേ. അടിപൊളി. കോബിൾ സ്റ്റോൺ ഒരു 2 മരം കൂടെ ഉണ്ട്. എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതുണ്ടാക്കാം. ഓക്കെ, പൊളി അടിപൊളി പൊളി. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഓക്കെ, നമുക്ക് ആയുധം ഉണ്ടാക്കാൻ പറ്റും. പൊളി, ഇതൊന്നും ഉണ്ടാക്കാം ഗൈസ്. 2 ഇരിക്കുന്ന നല്ലതാണ് സുഹൃത്തുക്കളെ. പിന്നെ ഒരു സോഡും കൂടി ഇരിക്കട്ടെ. 2 സോഡാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എന്താ പറയുക മൈനിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകാം സുഹൃത്തുക്കളെ. മൈൻ ചെയ്യാന്ന് പറഞ്ഞാലും വലിയ അവിടെ അങ്ങനെ ഒന്നും കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാൽ പോലും ഞാൻ പിന്നെ അങ്ങോട്ട് പോയി എന്തായാലും നമുക്ക് സ്റ്റോണിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് മൈൻ ചെയ്യുന്നത്. കാരണം ഈ മതിലും കൂടെ പണിയണം. പണിതിട്ട് പിന്നെ എന്ത് വേണം എടുക്കാനും പറക്കാനും പോവാം. പിന്നെ അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ,
കുറച്ച് പണിയല്ലോ ഇറങ്ങി പോകും. ഓക്കെ, ഇങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയായിരുന്നു നമ്മൾ മൈൻ ചെയ്തതെന്ന് തോന്നുന്നില്ല. ചെയ്തതും കൂടിയില്ലേ? ഓക്കെ, ഇത് തന്നെ പറന്ന് വിടാം ഗൈസ്. യെസ്. ഞാൻ അങ്ങോട്ടുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇവിടെയൊക്കെ ഒന്ന് കുഴിച്ച് വെച്ചേക്കാം. എന്താണ് ഈ സംഘം? എവിടെ നിന്നൊക്കെ സ്റ്റോൺ കിട്ടുന്നു അതൊക്കെ നമ്മളിങ്ങനെ എടുക്കണം ഗൈസ്. അതാണ്. പിന്നെ ഇപ്പോൾ അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോണിൻ്റെ സാധനം ഇല്ലല്ലോ. അപ്പോൾ സ്റ്റോണിൻ്റെ അതൊക്കെ ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. താവോട്ട് പോയിട്ട് അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ നമുക്ക് കുഴിച്ച് പോകാം സുഹൃത്തുക്കളെ. അങ്ങനെ ഒന്നും കിട്ടാൻ സാധ്യത കുറവാണ്. നമുക്ക് സ്റ്റോണാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോൺ തന്നെയാണ്. ഇതിന് ആ സ്റ്റോൺ തന്നെയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ അയണും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് അയണിൻ്റെ ഓറും കാര്യങ്ങളുള്ള സാധനം ഇത് ഞാൻ എൻ്റെ മോനെ ഗൈസ്, ഡയമണ്ട്. പൊളി ഡയമണ്ട് കിട്ടിയ നമുക്ക്. അല്ലേ ഡയമണ്ട് അല്ലേ? അതെ ഡയമണ്ട് നൈസ്. അടിപൊളി ഗൈസ്. നമുക്ക് വേഗം പോയിട്ട് പൊളി കുഴിച്ചു വെക്കാം. ഈ ഒരു പിക്കാക്സ് പൊട്ടുന്നോളം വരെ ഒന്ന് കുഴിച്ചു വെക്കാം ഗൈസ്. എൻ്റെ മോനെ ഈ സാഹ അടിപൊളി ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല കാര്യമാണ്. നമുക്ക് ഡയമണ്ട് കാര്യങ്ങൾ കിട്ടി. കുഴിച്ച് വരുമ്പോൾ ഇങ്ങനെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഞാനും മാക്സിമം ഒരു അയണൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. വേഗം പോകാൻ സുഹൃത്തുക്കളെ. നമുക്ക് വേഗം പോയിട്ട് എന്താ പറയുക, സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അല്ല, സ്റ്റോണും കാര്യങ്ങളൊക്കെ പറയുന്നത് സ്റ്റോൺ അല്ലേ, മീൻ വെപ്പണും കാര്യങ്ങളൊക്കെ സ്റ്റോൺ വെച്ച് ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. പൊളി കഴിച്ച് എൻ്റെ മോനെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിട്ടുമെന്ന്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറേ സമയം നിന്നിട്ടാണെങ്കിൽ നമുക്ക് കിട്ടി കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. അടിപൊളി അടിപൊളി. കയറിപ്പോക്കോ 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 കയറിപ്പോക്കോ. പൈസ അടിപൊളി അടിപൊളി. നമുക്ക് ഏതായാലും അതൊക്കെ എടുക്കണം കേട്ടോ. അത് എടുക്കണം. അത് മറന്നു പോകത്തൊന്നുമില്ല. ആകെ ഒരു സ്ഥലം ഇത് മാത്രമാണ്. ഇനി മറന്നൊന്നും പോകത്തില്ല. വല്ലതും തിന്നാണ്. കാരണം കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം ടോർച്ചിന് പേടിക്കണം. എനിക്ക് തോന്നുന്നു. എന്തിനാ ഇവന് ആപ്പിൾ വെറുതെ നിന്ന് വേഗം കയറിപ്പം സുഹൃത്തുക്കളെ. വേഗം കയറിപ്പോക്കോ. അടിപൊളി ഗൈസ്, അടിപൊളി. അപ്പം ഡയമണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പോയി എടുക്കണം ഗൈസ്. അപ്പം ഞാൻ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വേറൊന്നല്ല, ഈ വീഡിയോ കുറച്ചധികം എന്താ പറയുക ലോങ് ആയി പോയ സംശയമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഇടാൻ താല്പര്യപ്പെടുന്നില്ല. അത് മൈൻക്രാഫ്റ്റിൻ്റെയൊക്കെ ലോങ് വീഡിയോ അങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലേ. അപ്പം ലോങ് വീഡിയോ ആയി പോയെന്ന് ചെറിയ സംശയം ഗൈസ്. അപ്പം രാത്രി ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും ഞാൻ കിടന്നുറങ്ങാൻ പോകുന്ന സുഹൃത്തുക്കളെ, ഐ മീൻ നമ്മുടെ ക്യാരക്ടർ കിടന്നുറങ്ങാൻ പോകണം. ലുക്കുണ്ടോ പ്ലീസ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കൾ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം ഗൈസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. റോഡ് ടു 1K ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതുവരെ 40 സബ്സ്ക്രൈബേഴ്സ് ആണ്ട് ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത്, മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആഡ് ആക്കണമെങ്കിൽ. ഓക്കെ, ബൈ.